കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നതും ഏറ്റവും കുറച്ച് ജനപിന്തുണ ഉള്ളതുമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അത് 1941 ലാഹോറിൽ രൂപം കൊണ്ടതാണ്. 41 ആഗസ്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, അന്ന് അവർ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ പറയാം, ഹുക്കൂമത്തെ ഇലാഹി, ദൈവത്തിൻ്റെ ഭരണം. ദൈവമാണ് അവരുപയോഗിക്കുന്നൊരു വാക്കാണ് തിയോ ഡെമോക്രസി, ദൈവിക ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? മതപൗരോഹിത്യത്തെയാണ് നമ്മൾ വാഴിക്കേണ്ടത്. അതിന് നല്ല ഉദാഹരണമാണ് ഇറാൻ. അപ്പോൾ ഈ മതപൗരോഹിത്യത്തെ ദൈവത്തിൻ്റെ പേരിൽ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പേരിൽ വാഴ്ച കൊള്ളാൻ അനുവദിക്കുക എന്നുള്ള വളരെ അപ്രായോഗികവും അങ്ങേയറ്റം പിന്തിരിപ്പനുമായ ഒരു ആശയമായിട്ടാണ് അവർ വന്നത്. 1947 ഇന്ത്യ വിഭജിച്ചു. അവിഭക്ത ഇന്ത്യയിലാണ് ഇതിൻ്റെ സ്ഥാപകൻ അബുൽ മൗദൂദ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. 48 ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് രൂപം കൊള്ളുന്നത്. 1950 അവരവരുടെ ലക്ഷ്യം ഒന്ന് മാറ്റി എന്ന് പറഞ്ഞു. അവരൊരു വാക്ക് മാറ്റി. ഹുക്കുമത്തെ ഇലാഹി എന്നതിന് പകരം ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ മതസംരക്ഷണം, മതം നിലനിർത്തുക. ഇക്കാമത്തുദ്ദീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥതാണ്. പക്ഷേ ദീൻ എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് രാഷ്ട്രമാണെന്ന് അവർക്ക് വേറെ വാദമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ തീർത്തും വാക്കിലുള്ള ഒരു കളിയാണിത്, ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കേരളത്തിലൊക്കെ 48 തന്നെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലൊക്കെ അവർ പത്രം നടത്തുക. അതൊക്കെ വളരെ 80s 89 എൻ്റെ ഓർമ്മ മാധ്യമം വരുന്നത്. അതിനുമുമ്പ് അവർക്ക് IPH എന്ന് പറഞ്ഞൊരു പ്രസാധക സംഘമുണ്ട്, പ്രബോധനം എന്നൊരു വീക്കിലി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ആണെങ്കിൽ അവർക്ക് മീഡിയ വൺ എന്നൊരു ചാനലുണ്ട്. അവർക്കൊരു ദൃശ്യത, വിസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ മുസ്ലിം ലീഗാണ് ഇവിടുത്തെ വലിയ മുസ്ലിങ്ങളുടെ വലിയ രാഷ്ട്രീയ സംഘടന. അവർക്കൊരു ചാനലില്ല, മര്യാദയ്ക്കൊരു പത്രം നടത്താൻ അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവർക്ക് പ്രസാധക സ്ഥാപനം ഇല്ല. ഇവിടെ ആർക്കും ഇല്ല. മറ്റുള്ളവരൊന്നും ഇപ്പോൾ സിറാജ് എന്നുള്ള പത്രം അല്ലെങ്കിൽ സുപ്രഭാതം എന്നുള്ള പത്രം ഒന്നും മാധ്യമം ദിനപത്രത്തിന് മുമ്പിലൊന്നും അല്ല. നല്ല പത്രമാണ് മാധ്യമം. അപ്പോൾ ഈ തരത്തിൽ പിന്നെ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിക്കുക, ബുദ്ധിജീവികളെ പങ്കെടുപ്പിക്കുക, ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, 2 വട്ടം ഇന്ത്യ ഗവൺമെൻറ് അവർ നിരോധിച്ചിരുന്നു. അത് ഒന്ന് 75-77 കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചു. പിന്നെ 92 ഡിസംബർ 6 സംഘപരിവാർ അന്യായമായി ബാബരി പള്ളി പൊളിച്ചപ്പോൾ അവരെ നിരോധിച്ചു. നിരോധനപ്പം നീക്കി 2 തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ 2011 എൻ്റെ ഓർമ്മ. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ. കാരണം എലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പങ്കെടുക്കാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം അവർ പറഞ്ഞ കാര്യം പൈശാചിക വ്യവസ്ഥ എന്ന് പറയും. ഇസ്ലാമികമല്ലാത്ത, ദൈവത്തിൻ്റേതല്ലാത്ത എല്ലാം താകൂത്തി എന്ന് അവർ ഉപയോഗിക്കുന്ന വാക്ക് പൈശാചികം എന്നതിൻ്റെ അർത്ഥം. സർക്കാർ ജോലികൾ സ്വീകരിക്കാൻ പാടില്ല, കോടതികളിൽ പോകാൻ പാടില്ല, ആധുനിക മതേതര വിദ്യാഭ്യാസത്തിന് പോകാൻ പാടില്ല എന്നൊക്കെ അവർക്ക് വിലക്കുണ്ടായിരുന്നു. ഈ വിലക്കുകളൊക്കെ പൂർണ്ണമായി നീങ്ങുന്നത് 77 അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടി നോക്കണ്ട, ആളുകളുടെ വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാനായി. അത് കഴിഞ്ഞ് 2011 അവർ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി തന്നെ രൂപീകരിച്ചു. അപ്പോൾ മാധ്യമം പത്രം ജമാഅത്തിൻ്റേതല്ല എന്നവർ പറയും, വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയല്ല എന്ന് പറയും. അതിനൊക്കെയുള്ള മന്യ സമുദായക്കാരൊക്കെ മെമ്പർമാരൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അവരുടെ വാദം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരാണ്. അവർ വിശ്വസിക്കുന്നത് ദൈവിക ജനാധിപത്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ദൈവിക ഗ്രന്ഥത്തിനനുസരിച്ച്, ഇപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നവർ വേദഗ്രന്ഥത്തെ പറയും, അതുപോലെ നബി വചനം, ശരീഅത്തിനനുസരിച്ച്, മതത്തിനനുസരിച്ച് നിയമം, 7-ാം നൂറ്റാണ്ടിലെ നിയമമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള ഇതവർ ഒരിക്കലും മാറ്റിയിട്ടില്ല. അതായത് ഇപ്പോൾ ഈ അടുത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്, അതിൽ വിശ്വസിക്കാത്ത ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞത്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. ഇസ്ലാമിക് ആയത് റിപ്പബ്ലിക് ആവില്ല, റിപ്പബ്ലിക് ആയത് ഇസ്ലാമിക്കും ആവില്ല. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്നാണ്.
അവിടെ പരമാധികാരം ദൈവത്തിനാണ്. കാരണം അധികാരം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെതാണ്. ഭരണാധികാരം വേറെ ഒരാൾക്ക് വേണം എന്ന് പറയുന്നത് തന്നെ അനിസ്ലാമികമാണെന്നാണ് അവരുടെ വിശ്വാസം.